15 സെൻറ്റിമീറ്റർ മുല്ലപ്പൂവിൻ്റെ വില എത്രയാണ്? ചോദ്യം നടി നവ്യ നായരോടാണെങ്കിൽ ഉത്തരം 1 ലക്ഷത്തിലേറെ എന്നാവും. കാരണം ഓസ്ട്രേലിയൻ യാത്രയിൽ മുല്ലപ്പൂ കൈവശം വെച്ചതിന് നവ്യ നായരിൽ നിന്ന് 1 ലക്ഷം രൂപയിലേറെയാണ് അധികൃതർ പിഴ ഈടാക്കിയത്. ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം. ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമം അനുസരിച്ച് മുല്ലപ്പൂ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നവ്യയ്ക്ക് പിഴയൊടുക്കേണ്ടി വന്നത്. എന്തിനാണ് ജൈവ സുരക്ഷാ നിയമം? മറ്റൊരിടത്തു നിന്ന് എത്തുന്ന വസ്തുക്കൾ രാജ്യത്തെ ജൈവ വ്യവസ്ഥിതിക്ക് ഭീഷണിയാകുമെങ്കിൽ അത് തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ജൈവ സുരക്ഷാ നിയമം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളുമെല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയോ രോഗങ്ങളെയോ കൂടി കൊണ്ടുവരുമെന്നതിനാലാണ് ഇത്. ഇത്തരം സൂക്ഷ്മജീവികൾ ഓസ്ട്രേലിയയിലെ കൃഷി, വനം തുടങ്ങിയവയെ നശിപ്പിക്കാൻ കാരണമാവുകയും തദ്ദേശീയമായ സസ്യ ജന്തുജാലകങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്യുമെന്നതിനാലാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനായാണ് ജൈവ നിയമങ്ങൾക്ക് ഉയർന്ന പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ കുട്ടനാടിലെ ജലാശയങ്ങളിലെല്ലാം പടർന്നു പിടിച്ച ആഫ്രിക്കൻ പായലുകൾ ഇങ്ങനെ പുറത്തുനിന്നെത്തി നമ്മുടെ ജൈവ വ്യവസ്ഥിതിയെ തകിടം മറിച്ചവയാണ്. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാണ് രാജ്യങ്ങൾ ജൈവ സുരക്ഷാ നിയമം നടപ്പാക്കുന്നത്. നവ്യയ്ക്ക് പണി കൊടുത്ത മുല്ലപ്പൂ മാത്രമല്ല, ജൈവ സുരക്ഷാ നിയമം അനുസരിച്ച് മറ്റു പല വസ്തുക്കൾക്കും ഓസ്ട്രേലിയയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഷ് പൂക്കളെല്ലാം ആ നിരോധനത്തിൽ ഉൾപ്പെടും. 100-ലധികം ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനമുള്ളത്. പുതിയതോ ഉണങ്ങിയതോ ആയ പൂക്കൾ, പഴങ്ങളും പച്ചക്കറികളും, സംസ്കരിക്കാത്ത നട്ട്സുകൾ, വിത്തുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ബർഫി, രസഗുള, പേട, ഗുലാബ് ജാമുൻ, മൈസൂർ പാക്ക്, സോൻ പപ്പടി തുടങ്ങിയ മധുരപലഹാരങ്ങൾ, അരി, മഞ്ഞപ്പൊടി, ചായപ്പൊടി, വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം, തേൻ, വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ചെടികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകൾ എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജൈവ സുരക്ഷാ നിയമങ്ങൾ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുക്കുകയും പിഴ നൽകുകയും ചെയ്യുന്നതാണ് രീതി. എന്നാൽ കൂടുതൽ ഗുരുതരമായ കുറ്റമാണെങ്കിൽ തടവ് ശിക്ഷ വരെ ലഭിക്കുകയും വിസ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കാറുണ്ട്. ജൈവ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വസ്തുക്കൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ചോദ്യം ചെയ്യൽ, ലഗേജ് പരിശോധന എന്നിവയ്ക്ക് അടിയന്തരമായി വിധേയമാക്കും. ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തിയാൽ 2664 ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്താനും നിയമം അനുശാസിക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ വസ്തുക്കൾ ട്രാവൽ കാർഡിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അനുവദനീയമല്ലാത്ത പദാർത്ഥങ്ങൾ പിഴയൊടുക്കാതെ തന്നെ എടുത്തു മാറ്റാൻ സാധിക്കും. ഓസ്ട്രേലിയയ്ക്ക് പണി കിട്ടിയ പല അനുഭവങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 1859 ഏതാനും മുയലുകളെ വിനോദത്തിനായി യൂറോപ്പിൽ നിന്ന് എത്തിച്ചതാണ് അതിലൊന്ന്. ഓസ്ട്രേലിയയിൽ മുയലുകൾ പെറ്റുപെരുകയും കൃഷിഭൂമികൾ വൻതോതിൽ നശിപ്പിക്കുകയും ചെയ്തു. തദ്ദേശീയ സസ്യങ്ങളെ മുയലുകൾ തിന്നു തീർത്തതോടെ അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയും തകർന്നു. ന്യൂസിലാൻഡ്, US, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങളുണ്ട്. NTV UAE to the world.